മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നിഗംബോധ് ഘട്ടിൽ നടക്കും. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം. നിഗംബോധ് ഘട്ടിലേക്കുള്ള വിലാപയാത്രയിലാണ് ഇപ്പോഴുള്ളത്. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാനുണ്ട്. സ്വാതി, വിലാപയാത്ര ഇനി എത്ര സമയത്തിനുള്ളിൽ നിഗംബോധ് ഘട്ടിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം? അവിടെയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? വിലാപയാത്രയെ ആരൊക്കെ അനുഗമിക്കുന്നുണ്ട്? അന്ന, നിഗംബോധ് ഘട്ടിലേക്ക് വിലാപയാത്ര എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ഈ നിഗംബോധ് ഘട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുള്ളിലേക്ക് നമ്മൾ അതിനു മുന്നിലാണ് ഉള്ളത്. എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സൈന്യത്തിന്റെ അടക്കമുള്ള ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന് വിട നൽകുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയും നിഗംബോധ് ഘട്ടിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ദില്ലിയിലേക്ക് വിവിധ നേതാക്കൾ ഈ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയും ഈ പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏകോപിപ്പിക്കുകയാണ്. വിവിധ സൈന്യത്തിന്റെ സൈന്യാംഗങ്ങൾ ഇവിടെ ഇതിനോടകം തന്നെ എത്തിക്കൊണ്ട് ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ആദരവോടും കൂടി തന്നെയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ രാജ്യം തയ്യാറാകുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ദില്ലി മുഖ്യമന്ത്രി അതിഷി ഇപ്പോൾ ഈ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. അതിനോടനുബന്ധിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മൃതശരീരം അല്പസമയത്തിന് മുന്നെയാണ് ഈ നിഗംബോധ് ഘട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന, ശരി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അല്പസമയത്തിനകം രാജ്യം വിട പറയും. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. വിലാപയാത്രയായി AICC ആസ്ഥാനത്ത് നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം എത്തിയിട്ടുണ്ട്. നിരവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെ വിലാപയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. സ്വാതി വിവരങ്ങൾ നൽകിയത്.